Good morning, students. We already discussed in the previous class related to problems in Markov analysis or Markov process. The first problems are already discussed in the previous class. The next question. A market survey is made on two brands of tea. Red Apple and Kannan Devan. A customer buys the same brand or switch to another brand. The transition matrix is given below. From to Red Label, Kannan Devan. Red Label 0.8, Kannan Devan 0.2. Then from Kannan Devan, Red Label 0.6, then Kannan Devan 0.4. At present, it is estimated that 60% of the people buy a brand A and 40% people buy brand B. Determine the market share of brand Red Label and Kannan Devan in the steady state. So question one more. A market survey is made in two brands of tea. Two brands of tea ഉണ്ട്. Red Labelum Kannan Devanum. Red Labelum Kannan Devanum. അപ്പോൾ Red Labelum Kannan Devanum എങ്ങനെയാണ് മാർക്കറ്റിൽ ക്യാൻവാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ റെഡ് ലേബലും കണ്ണൻ ദേവനും രണ്ട് മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ടീ മാനുഫാക്ചറിങ് ഫേമാണ്. അപ്പോൾ എ കസ്റ്റമർ ബൈസ് ദ സെയിം ബ്രാൻഡ് ഓർ സ്വിച്ച് ടു അനദർ ബ്രാൻഡ്. ഒരു കസ്റ്റമർ ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ഒരു ബ്രാൻഡ് വാങ്ങിക്കുകയാണ്, അതിൻ്റെ അകത്തുനിന്ന് മറ്റൊരു ബ്രാൻഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ് ആണ് ഫ്രമും ടൂവും കണ്ടോ. റെഡ് ലേബിൾ വാങ്ങിക്കുന്ന ഒരാൾ റെഡ് ലേബിളിൽ വാങ്ങിക്കാനുള്ള ചാൻസ് 0.8 ആണ്. അത് കണ്ണൻ ദേവൻ വാങ്ങിക്കാനുള്ള ചാൻസ് 0.2 ആണ്. കണ്ണൻ ദേവൻ വാങ്ങിക്കുന്ന ഒരാൾ റെഡ് ലേബിൾ വാങ്ങിക്കാനുള്ള ചാൻസ് 0.6 ആണ്. അദ്ദേഹം കണ്ണൻ ദേവൻ തന്നെ വാങ്ങിക്കാനുള്ള ചാൻസ് 0.4 ആണ്. അല്ലെങ്കിൽ 80%, 20%, 60%, 40%. പെർസെൻറ്റേജിലാണ് പറയാതെ നമ്മൾ പോയിന്റിലേക്ക് മാറ്റുക ചെയ്യാം. അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 60% ഓഫ് പീപ്പിൾ ബൈ ബ്രാൻഡ് എ. 60% ആൾക്കാർ ബ്രാൻഡ് എ ആണ് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കാം. 40% ഓഫ് ബൈ ബ്രാൻഡ് ബി. രണ്ട് ബ്രാൻഡാണ്, ഒന്ന് എ റെഡ് ലേബലും രണ്ട് കണ്ണൻ ദേവനുമാണ്. ബ്രാൻഡ് ബി. ഡിറ്റർമിൻ ദ മാർക്കറ്റ് ഷെയർ ഓഫ് ബ്രാൻഡ് റെഡ് ലേബൽ ആൻഡ് കണ്ണൻ ദേവൻ ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ്. അവരുടെ ആ സ്റ്റഡി സ്റ്റേറ്റ്, അവരുടെ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നമ്മളോട് ഡിറ്റർമിൻ ചെയ്യാൻ പറയാണ് ക്വസ്റ്റ്യൻ. കണ്ടില്ലേ? ഇനി സൊല്യൂഷൻ നോക്കാം. ആക്ച്വലി ഇറ്റ്സ് എ പ്രോബബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണിത്. ലെറ്റ്സ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ, എ എന്നല്ല, പി ആൻഡ് ക്യൂ മാർക്കറ്റ് ഷെയർസ്. ലെറ്റ്സ് പി ആൻഡ് ക്യൂ ആൻഡ് ആണ് AND ആൻഡ് ക്യൂ മാർക്കറ്റ് ഷെയർസ്. പിയും ക്യൂവും നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? മാർക്കറ്റ് ഷെയർസ് ആയിട്ട് എടുക്കുകയാണ്. കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ്സ് പ്രോബബിലിറ്റി ഫ്രം ഫോർ ബ്രാൻഡ് റെഡ് ലേബൽ ആൻഡ് കണ്ണൻ ദേവൻ. ഒന്ന് റെഡ് ലേബലും മറ്റൊന്ന് കണ്ണൻ ദേവനുമായിട്ട് എടുക്കുകയാണ്. ഒന്നിനെ പിയും ഒന്നിനെ ക്യൂ ആയിട്ട് കൊടുക്കുകയാണ്. സോ മെട്രിക്സ് ആർ പി ക്യൂ. പിയും ക്യൂവിൻ്റെ മെട്രിക്സ് ആണ്. ക്വസ്റ്റ്യനിൽ നേരത്തെ തന്ന അതങ്ങനെ തന്നെ എഴുതാണ്. 0.8, 0.6, 0.2, 0.4 ഇൻറ്റു പി ക്യൂ. ഒന്ന് കണ്ണൻ ദേവനും ഒന്ന് റെഡ് ലേബലും നമ്മൾ പി ക്യൂ ആയിട്ട് എടുക്കുന്നതാണ്. ഇക്വേഷനെ ഫോർമുലേറ്റ് ചെയ്യണം. പണ്ട് നമ്മൾ പഠിച്ചില്ല ഇക്വേഷൻ, അതേ ഇക്വേഷനാണ് സ്കൂളിൽ പഠിച്ച ഇക്വേഷൻ. അല്ലെങ്കിൽ QTയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാകുന്ന ഡിഗ്രിക്ക് പഠിച്ച ഇക്വേഷൻ. P ഈസ് ഈക്വൽ ടു 0.8P പ്ലസ് 0.6Q. 0.8P പ്ലസ് 0.6Q ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി Q ഈസ് ഈക്വൽ ടു 0.2P 0.4Q. അപ്പോൾ 0.8Pയും 0.6Q ആയിട്ട് എടുത്ത് ഇനി Q ഈസ് ഈക്വൽ ടു 0.2Pയും 0.4Q ആയിട്ട് എടുത്തു. രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത്. ഇനി മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. P പ്ലസ് Q ഈസ് ഈക്വൽ ടു 1. അതെപ്പോഴും 1 ആയിരിക്കാം. പിയും ക്യൂവും കൂടി ആഡ് ചെയ്ത് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? 1 ആണ് കിട്ടുക. പഠിച്ചതല്ലേ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ട് QTയിൽ. നെക്സ്റ്റ് റീപ്ലേസ് ദി ഇക്വേഷൻ 2 ആൻഡ് വിത്ത് ഇക്വേഷൻ 3. രണ്ടാമത്തെ ഇക്വേഷൻ മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യാണ്? 3 ഇക്വേഷൻ നമ്മൾ എഴുതാണ്. സോ പി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. P ഈസ് ഈക്വൽ ടു 0.8P പ്ലസ് 0.6Q ഇക്വേഷൻ നമ്പർ 1. ഇനി 1 ഈസ് ഈക്വൽ ടു P പ്ലസ് Q. 1 ഈസ് ഈക്വൽ ടു P പ്ലസ് Q ഇക്വേഷൻ നമ്പർ 3. ഇനി മൾട്ടിപ്പിൾ ദ ഇക്വേഷൻ 3 വിത്ത് 0.6. ഏതെങ്കിലും നമുക്കൊന്ന് സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 0.6 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലിയർ ചെയ്യുന്നത്. സോ മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ 3 വിത്ത് 0.6. അപ്പോൾ 1 ഇൻറ്റു 0.6 ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു P പ്ലസ് 0.6 ഇൻറ്റു Q.
സോ ഇക്വേഷൻ നാലാമത്തെ നമുക്ക് ഡിറൈവ് ചെയ്യും. 1 into 0.6 എന്ന് പറയുമ്പോൾ എത്രയാ? 0.6 is equal to 0.6p plus 0.6q. ഇക്വേഷൻ 4. ഇനി നമുക്ക് 1 നാലാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. 1 minus 4. 1 ഇക്വേഷൻ അങ്ങനെ തന്നെ. p is equal to 0.8p plus 0.6q. രണ്ടാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ ആണ്. ഞാൻ അവിടെ 2 നിട്ട് പോയതാണ്. 4 നാലാമത്തെ ഇക്വേഷൻ ആണ്. 0.6 is equal to 0.6p plus 0.6q. p minus 0.6 അതങ്ങനെ തന്നെ ഈസ് ഈക്വൽ ടു 0.8p minus 0.6p. 0.8 0.6p മൈനസ് ചെയ്ത് അത്ര ഉണ്ടാവും 0.2p പ്ലസ് 0.6q 0.6q മൈനസ് ചെയ്യുക ഈസ് ഈക്വൽ ടു 0. അറിയാലോ. സോ നമുക്കതിനെ സോൾവ് ചെയ്തിട്ട് ഇങ്ങനെയാക്കി എഴുതാം. സോ 1 മൈനസ് 1 അല്ലേ കോൺസ്റ്റന്റ് ആണ്. 1 മൈനസ് 0.2p എന്ന് പറയാം 0.8p ഉണ്ട്. സോ 0.8p ഈസ് ഈക്വൽ p എന്ന് പറയുന്നത് നമ്മൾ 1 എന്നാണല്ലോ മൈനസ് ചെയ്യുന്നത്. സോ 1 മൈനസ് 0.2p മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.8p. സോ 0.8p ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.6. p നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ 1 മൈനസ് 0.2p മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.8p കിട്ടും. സോ 0.8p ഈസ് ഈക്വൽ ടു 0.6. അപ്പോൾ പിന്റെ വാല്യൂ കണ്ടൂടെ? p ഈസ് ഈക്വൽ ടു 0.6 ഡിവൈഡ് ബൈ 0.8. പിയുടെ വാല്യൂ കാണാൻ 0.6 ഡിവൈഡ് ബൈ 0.8. 0.8 അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യും. സോ p ഈസ് ഈക്വൽ ടു 0.6 ഡിവൈഡ് ബൈ 0.8 ഈസ് ഈക്വൽ ടു 0.75. പിന്റെ വാല്യൂ എത്ര കിട്ടി? 0.75 കിട്ടി. ഇനി therefore p plus q is equal to 1. പിയും ക്യൂവും മൈനസ് ചെയ്തപ്പോൾ എത്ര? പിയും ക്യൂവും കൂടി ചേർന്നപ്പോഴെത്രയാണ്? 1 ആണ്. അപ്പോൾ ക്യൂവിന്റെ വാല്യൂ എങ്ങനെയാണ്? q is equal to 1 minus p. സോ 1 minus 0.75. q എത്ര? 0.25. കിട്ടിയില്ലേ? ഇത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നുമില്ല. പി ആൻഡ് ക്യൂ ആർ ദ മാർക്കറ്റ് ഷെയർസ് ഓഫ് റെഡ് ലാബൽ ആൻഡ് കണ്ണൻ ദേവൻ. മെട്രിക്സ് പി ക്യൂ നമ്മൾ ചെയ്ത് പിയുടെ ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കി. പി ഈസ് ഈക്വൽ ടു 0.8p പ്ലസ് 0.6q ഇക്വേഷൻ നമ്പർ 1. q ഈസ് ഈക്വൽ ടു 0.2p പ്ലസ് 0.4q ഇക്വേഷൻ നമ്പർ 2. സോ തേർഡ് ഇക്വേഷൻ p പ്ലസ് q ഈസ് ഈക്വൽ ടു 1. റീപ്ലേസ് ദ 2 ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ 3. p ഈസ് ഈക്വൽ ടു 0.8p പ്ലസ് 0.6q 1. 1 is equal to p plus q 3. Multiply the equation 3 with 0.6. 1 into 0.6 is equal to 0.6 into p plus 0.6 into q. So 0.6 is equal to 0.6p plus 0.6q equation number 4. So 1 minus 4 ഇവിടെ 4 ആണ് വേണ്ടത്. p is equal to 0.8p plus 0.6q equation number 1. So 0.6 is equal to 0.6p plus 0.6q equation number 4 എന്നാണ് എഴുതേണ്ടത്. ടീച്ചറോട് 2 എഴുതിപ്പോണ്ട്, സോറി. സോ അത് മൈനസ് ചെയ്താൽ p മൈനസ് 0.6 ഈസ് ഈക്വൽ ടു 0.2p പ്ലസ് 0. സോ 1 മൈനസ് 0.2 ഈസ് ഈക്വൽ ടു 0.8p ഈസ് ഈക്വൽ ടു 0.6. സോ p ഈസ് ഈക്വൽ ടു 0.6 ഡിവൈഡ് ബൈ 0.8 ഈസ് ഈക്വൽ ടു p ഈസ് ഈക്വൽ ടു 0.75. Therefore p plus q ഈസ് ഈക്വൽ ടു 1. സോ q വാല്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് p ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.75 ഈസ് ഈക്വൽ ടു 0.25. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് കുറച്ചൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യനെ അതിനകത്ത് വരാൻ സാധ്യതയുള്ളൂ. ഇന്നെ മാർക്കറ്റ് ഓൺലി 2 ബ്രാൻഡ്സ് ഓഫ് സോപ്പ്. ടീച്ചർ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോപ്സ് പി ആൻഡ് ക്യൂ ആർ സോൾഡ് ഗിവൺ ദാറ്റ് എ പേഴ്സൺ ലാസ്റ്റ് പർച്ചേസ് ബ്രാൻഡ് പി. There is 80% of chance that he would buy the same brand in the next purchase. While if the person purchased brand Q, there is 90% of chance that here next purchase would be brand Q. Using this information, you are required to develop a probability matrix. Then calculate first the probability that if a customer is currently a brand P purchaser, he will purchase brand Q 2 purchases from now. Second, the probability that if a customer is brand Q purchaser, he will purchase brand P 3 periods from now. Third, the probability that 3 periods from now a customer shall buy brand Q, given that the market share of 2 brands
is as follows. Brand P 70% and brand Q 30%. Last question, the steady state probabilities. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റ് ഓൺലി 2 brands ഓഫ് സ്റ്റോപ്പ് P ആൻഡ് Q. മാർക്കറ്റിൽ 2 ബ്രാൻഡ് ഓഫ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, പിയും ക്യൂവും മാത്രമേ വിൽക്കുന്നുള്ളൂ. ഗിവ് ദാറ്റ് എ പേഴ്സൺ ലാസ്റ്റ് പർച്ചേസ് ബ്രാൻഡ്. ഒരു വ്യക്തി അവസാനം പർച്ചേസ് ചെയ്ത ഒരു ബ്രാൻഡ് പി ആണ്. ദർ ഈസ് 80% ഓഫ് ചാൻസ് ഹി വുഡ് ബൈ ദ സെയിം ബ്രാൻഡ് ഇൻ ദ നെക്സ്റ്റ് പർച്ചേസ്. അടുത്ത മാസവും അല്ലെ അടുത്ത പർച്ചേസിനും അയാൾ ആ പി എന്ന് പറയുന്ന സോപ്പ് തന്നെ വാങ്ങാനുള്ള ചാൻസ് 80% ആണ്. വൈൽ ഇഫ് എ പേഴ്സൺ പർച്ചേസ് ബ്രാൻഡ് ക്യൂ, വേറൊരു വ്യക്തി ബ്രാൻഡ് ക്യൂ വാങ്ങിക്കുകയാണ്, ദർ ഈസ് 90% ഓഫ് ചാൻസ് ദാറ്റ് ഹർ നെക്സ്റ്റ് പർച്ചേസ് വുഡ് ബി ബ്രാൻഡ് ക്യൂ. അയാൾ അദ്ദേഹം ഒരു സോപ്പ് ബ്രാൻഡ് ബി വാങ്ങിയ ഒരാള്, ബ്രാൻഡ് ക്യൂ സോപ്പ് വാങ്ങിയ ഒരാള് ആ ബ്രാൻഡ് നെക്സ്റ്റ് മന്തിൽ അല്ലെ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് 90% ആണെന്ന് പറയുന്നത്. യൂസിങ് ദിസ് ഇൻഫോർമേഷൻ യു ആർ റിക്വയർഡ് ടു ഡെവലപ്പ് എ പ്രോബബിലിറ്റി മെട്രിക്സ് ദെൻ കാൽക്കുലേറ്റ്. നമ്മളോട് മെട്രിക്സ് പറയാണ്, കാൽക്കുലേറ്റ് ചെയ്യാം, 4 കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ്, പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് എ കസ്റ്റമർ കറന്റ്ലി എ ബ്രാൻഡ് പി പർച്ചേസർ. പ്രോബബിലിറ്റി നമ്മളോട് പറയാണ്, ഒരു കസ്റ്റമർ ബ്രാൻഡ് പി പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഹി വിൽ പർച്ചേസ് എ ബ്രാൻഡ് ക്യൂ ടു പർച്ചേസ് ഫ്രം ദ നൗ. ബ്രാൻഡ് പി വാങ്ങിക്കുന്ന ഒരാൾ ബ്രാൻഡ് പി വാങ്ങിക്കാനും ബ്രാൻഡ് ക്യൂ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 80% ആണ് ബ്രാൻഡ് പി വാങ്ങിക്കാനുള്ള സാധ്യത. അപ്പൊ 20% എന്ത് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്? ബ്രാൻഡ് ക്യൂ വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറയാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. Second question, probability that if a customer is brand Q purchaser, he will purchase brand P 3 period from now. അദ്ദേഹത്തിന്റെ 3 പീരീഡിലും ബ്രാൻഡ് ക്യൂ വാങ്ങിക്കുന്ന ഒരാൾ ബ്രാൻഡ് പി വാങ്ങിക്കാനുള്ള ചാൻസ് എത്രയുണ്ട്? അപ്പൊ അദ്ദേഹം ബ്രാൻഡ് ക്യൂ വാങ്ങിക്കാം, ബ്രാൻഡ് പി വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്കാം. 3 കണ്ടീഷനും പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ദാറ്റ് 3 പീരീഡ് ഫ്രം നൗ. 3 പീരീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ കസ്റ്റമർ ഷാൽ ബൈ എ ബ്രാൻഡ് ക്യൂ ഗിവൺ ദാറ്റ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് 2 ബ്രാൻഡ് ഈസ് ഫോളോസ്. അപ്പോൾ അദ്ദേഹം ബ്രാൻഡ് ക്യൂ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണ്. അദ്ദേഹത്തിന് ബ്രാൻഡ് പി വാങ്ങിക്കാനുള്ള ചാൻസസ് 70യും ബ്രാൻഡ് ക്യൂ വാങ്ങിക്കാനുള്ള ചാൻസ് 30യും ആണെങ്കിൽ എങ്ങനെ നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം? നാലാമത്തെ കേസ്, ദ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയണം. 3 കണ്ടീഷനും നമുക്ക് ചെയ്യണം. ആദ്യം തന്നെ പ്രോബബിലിറ്റി മെട്രിക്സ് ഉണ്ടാക്കുക. പ്രോബബിലിറ്റി മെട്രിക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് നോക്കിയോ. പ്രോബബിലിറ്റി ഓഫ് മെട്രിക്സ് പിയും ക്യൂവും 2 ബ്രാൻഡല്ലേ ഉള്ളത്. പിയും ക്യൂവും നമുക്ക് ഹൊറിസോണ്ടലും ആയിട്ട് എഴുതണം, വെർട്ടിക്കലും ആയിട്ടാണ്. അങ്ങനെയല്ലേ പ്രോബബിലിറ്റി ഇതുവരെ പഠിച്ചത്. സോ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അദ്ദേഹം വാങ്ങാനുള്ള ചാൻസ് എത്രയാ? 0.80% ആണെന്ന് പറഞ്ഞാൽ എന്താ? 0.8. അപ്പൊ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 80% ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എത്രയായിരിക്കും? ബാലൻസ് ആയിരിക്കൂലേ? 100 80% പോയാൽ ബാലൻസ് എത്രയാ? 20%. സോ ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് 20 ആണ്, 0.2. ഇനി എന്താ പറയുക, ക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കുന്ന ഒരാള് ക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ വാങ്ങിക്കാനുള്ള ചാൻസ് എത്രയാ? 90%. അപ്പോൾ അത് അല്ലാത്ത പി പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് എത്രയാ? 10%. സോ ക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കുന്ന ആള് പി എന്ന് പറയുന്ന ബ്രാൻഡിലേക്കുള്ള എത്താനുള്ള സാധ്യത എത്രയാ? 0.1 ആണ്, ദാറ്റ് ഈസ് 10%. ഇനി ക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കുന്ന ആള് ക്യൂ തന്നെ വാങ്ങിക്കാനുള്ള ചാൻസ് 90% ആണ്. സോ ക്യൂ എന്ന് പറയുമ്പോൾ 0.9. ക്ലിയർ ആയോ? മെട്രിക്സ് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ടേ പ്രോബ്ലം ചെയ്യാവൂ. പി എന്ന് പറയുന്ന പി എന്ന് പറയുന്ന ബ്രാൻഡ് സോപ്പ് വാങ്ങിക്കുന്ന ആള് പി എന്ന് പറയുന്ന സോപ്പ് വാങ്ങിക്കാനുള്ള ചാൻസ് 80% ആണ്. സോ പി 0.8. പി എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കുന്ന ആള് ക്യൂ വാങ്ങിക്കാനുള്ള ചാൻസ് 20 ആണ്. സോ പി ക്യൂ 0.2. ക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കുന്ന ആള് പി എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങിക്കാനുള്ള ചാൻസ് 10 ഉള്ളൂ. കാരണം ക്യൂ തന്നെയാണ് അദ്ദേഹം 90% വാങ്ങിക്കുക. സോ ക്യൂ പി 0.1, ക്യൂ 0.9. മെട്രിക്സ് ആദ്യമായല്ലോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് എ കസ്റ്റമർ ഈസ് കറന്റ്ലി എ ബ്രാൻഡ് പി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. പി പർച്ചേസർ ഹി വിൽ പർച്ചേസ് ബ്രാൻഡ് ക്യൂ 2 പർച്ചേസസ് ഫ്രം നൗ. അപ്പോൾ അദ്ദേഹം ബ്രാൻഡ് പി വാങ്ങിക്കുന്ന ആള് ബ്രാൻഡ് ക്യൂ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ബ്രാൻഡ് പിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ്
ഇറ്റ് ഈസ് എ സ്ക്വയർ. അതിനെ നമുക്ക് എ സ്ക്വയർ ആയിട്ട് എടുക്കാം. ഇത് 2 പ്രാവശ്യം എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. നമ്മൾ എഴുതുന്ന ആദ്യം എഴുതി വെച്ചത് പ്രോബിലിറ്റി മെട്രിക്സ് ഈസ് എ അല്ലേ. എ 2 പ്രാവശ്യം എഴുതാം. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.8, 0.1, 0.2, 0.9 ഇൻറ്റു 0.8, 0.1, 0.2, 0.9 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ അല്ല, മെട്രിക്സിന് പ്രത്യേകത ഉണ്ട്. 0.8 ഇൻറ്റു 0.8, നെക്സ്റ്റ് 0.2 ഇൻറ്റു 0.1. ഓരോന്നിൻ്റെ ഉള്ളിലെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ആദ്യം 0.8നെ 0.8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 0.2 ഇൻറ്റു 0.1, 0.2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് 0.1 ഇൻറ്റു 0.8, തിരിച്ച് 0.1 ഇൻറ്റു 0.8 പ്ലസ് 0.9 ഇൻറ്റു 0.1. അതാണ് ഒന്നാമത്തെ. അവിടെ അടുത്ത ഇൻറ്റു എന്ന് എഴുതാണെന്നില്ല, മെട്രിക്സിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഇട്ടാൽ മതി. നെക്സ്റ്റ് കേസ് അതുപോലെ തന്നെ 0.8 ടു 0.2, നെക്സ്റ്റ് പ്ലസ് 0.2 ഇൻറ്റു 0.9, താഴെ എഴുതാം 0.1 ഇൻറ്റു 0.2, 0.9 ഇൻറ്റു 0.9. മെട്രിക്സ് എഴുതുന്നറിയാമോ? സോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ആണ് 0.8 ഇൻറ്റു 0.8 പ്ലസ് 0.2 ഇൻറ്റു 0.9 കിട്ടുക 0.66 ആണ്. നെക്സ്റ്റ് 0.1 ഇൻറ്റു 0.8 പ്ലസ് 0.9 ഇൻറ്റു 0.1 കിട്ടുക 0.17. നെക്സ്റ്റ് 0.8 ഇൻറ്റു 0.2 പ്ലസ് 0.2 ഇൻറ്റു 0.9 കിട്ടുക 0.34. നെക്സ്റ്റ് 0.1 ഇൻറ്റു 0.2 പ്ലസ് 0.9 ഇൻറ്റു 0.9 കിട്ടുക 0.84. അപ്പോൾ 4 ഐറ്റം കിട്ടി. അതിനകത്ത് നമ്മൾ 2 ആണ്, സെക്കൻഡ് ആണ്, 2 ആണ് കാറ്റഗറി നമ്മളോട് പറയുന്നത്. 2 പർച്ചേസസ് എന്ന് പറയുന്നില്ലേ, 2 പർച്ചേസസിന്റെ വാല്യൂ, രണ്ടാമത്തെ പർച്ചേസിന്റെ വാല്യൂ കിട്ടുന്നത് എത്രയാ? രണ്ടാമത്തെ പർച്ചേസ് നോക്കൂ, 0.34 ആണ് അല്ലേ. രണ്ടാമത്തെ പർച്ചേസിന്റെ വാല്യൂ എത്രയാ? 0.34. അപ്പോൾ നമുക്ക് റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് 0.34 എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോബിലിറ്റി ദാറ്റ് ഇഫ് എ കസ്റ്റമർ ഈസ് ബ്രാൻഡ് ക്യൂ പർച്ചേസർ, ഹി വിൽ പർച്ചേസ് എ ബ്രാൻഡ് പി. അദ്ദേഹം ബ്രാൻഡ് പി വാങ്ങിക്കുകയാണെങ്കിൽ 3 പീരീഡിൽ എത്രയാണ് ഉണ്ടാവാം? 3 പീരീഡിൽ എത്രയാണ് മെട്രിക്സ്? അപ്പോൾ 3 പീരീഡ് എന്ന് പറയുമ്പോൾ A3 വരും. 3 പീരീഡ് എന്ന് പറയുമ്പോൾ A3 വരും. അപ്പോൾ A3 ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും A ഇൻറ്റു എ ചെയ്യണ്ട. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? A2 ചെയ്തിട്ടുണ്ട്. സോ A2ൻ്റെ ഫിഗർ മാത്രം എടുത്താൽ മതി. സോ A2ൻ്റെ ഫിഗർ എത്രയാ? A2 ഇൻറ്റു A, അതല്ലേ A3. A2 എത്രയാ? 0.66, 0.17, 0.34, 0.83. അതിനെ A കൊണ്ട് മൾട്ടിപ്ലൈ. A എത്രയായിരുന്നു? 0.8, 0.1, 0.2, 0.9. അപ്പോൾ A2നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? സോ 0.562, 0.219. അതുപോലെ തന്നെ അടുത്തത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.438, 0.781. നിങ്ങളൊന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. സോ ദാറ്റ് ഈസ് 0.121. ആൻസർ വരിക 0.121 ആണ്. കാരണം നമ്മളോട് പറഞ്ഞത് എന്താ നോക്കൂ, പ്രോബിലിറ്റി ദ കസ്റ്റമർ ബ്രാൻഡ് ക്യൂ ഹി വിൽ ബി പർച്ചേസ് 3 പീരീഡ് ആണ്. മൂന്നാമത്തെ പീരീഡിലുള്ള ഏതാ? 1 0.562 ആണ്, 2 0.438 ആണ്, മൂന്നാമത്തെ പീരീഡോ 0.219 ആണ്, നാലാമത്തെ 0.781 ആണ്. നമ്മളോട് മൂന്നാമത്തെ പീരീഡ് അല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ? 0.219 ആണ് റിക്വയർഡ് പ്രോബബിലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ദാറ്റ് 3 പീരീഡ്, സോറി കുറച്ചൊരു മങ്ങലുണ്ട് അല്ലേ, നോട്ട്സ് തരുമ്പോൾ എഴുതിക്കോ. ദ പ്രോബബിലിറ്റി ദാറ്റ് 3 പീരീഡ് ഫ്രം നൗ, 3 പീരീഡ് ഇപ്പോഴുണ്ട്. എ കസ്റ്റമർ ഷാൽ ബൈ എ ബ്രാൻഡ് ക്യൂ, കസ്റ്റമർ എന്താ വാങ്ങിക്കുക? ബ്രാൻഡ് ക്യൂ ആണ്. Given that the market share of 2 brands is as follows, 2 ബ്രാൻഡ്സ് തന്നിട്ടുണ്ട്. ബ്രാൻഡ് പി 70%, ബ്രാൻഡ് ക്യൂ 30%. സോ വി ഹാവ് ബി, നമ്മൾ ബി ആയിട്ട് എടുക്കുക. എന്താണ്? 70%ഉം 30%. അപ്പോൾ 3 പീരീഡ് ഫ്രം നൗ പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സ് വിൽ ബൈ, 3 പീരീഡിലും കസ്റ്റമർ വാങ്ങിക്കുന്നത് ബ്രാൻഡ് ക്യൂ ആണ്. സോ ബ്രാൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 0.70, 0.30. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഐറ്റം നോക്കൂ. രണ്ടാമത്തെ ബ്രാൻഡ് ഏതാ? 0.438. നാലാമത്തെ ബ്രാൻഡ് 0.781. അത് നമ്മളിവിടെ എടുത്തെഴുതാം. ഇതാ രണ്ടാമത്തെ ബ്രാൻഡും നാലാമത്തെ ബ്രാൻഡും.
സോ കാരണം നമ്മളോട് ഇവിടെ പറഞ്ഞ എന്താ ക്വസ്റ്റ്യനില് കസ്റ്റമർ സെൽ ബൈ 3 പീരീഡ് ബ്രാൻഡ് ആണ്. അപ്പൊ 3 പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മളത് 2 ബ്രാൻഡ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡും ഫോർത്തും എഴുതി. സോ 0.438 0.781 എഴുതി. സോ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. എവിടെ ചെയ്തേ 0.7 ഇൻറ്റു 0.438 0.3 ഇൻറ്റു 0.781 അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0.3066 പ്ലസ് 0.2343 ഈസ് ഈക്വൽ ടു 0.5409. ഹിയർ 54% വിൽ ബി പർച്ചേസ് എ ബ്രാൻഡ്. ആ ബ്രാൻഡ് വാങ്ങിക്കാനുള്ള സാധ്യത 54%. കാരണം ബ്രാൻഡ് ക്യൂ 0.5409 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 54% ആ ബ്രാൻഡ് വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് 2 പ്രാവശ്യം സ്റ്റഡി എഴുതിയിട്ടുണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ്. ലെറ്റ് പി ആൻഡ് ക്യൂ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് ഫോർ ബ്രാൻഡ് പി ആൻഡ് ക്യൂ. ബ്രാൻഡ് പിയും ബ്രാൻഡ് ക്യൂ ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പി ക്യൂ ഈസ് ഈക്വൽ ടു 0.8 0.10 0.20 0.90 നമ്മൾ ആദ്യം എഴുതി ഇൻറ്റു പി ക്യൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പോലത്തെ ഡിറൈവ് ചെയ്യണം. പി ഈസ് ഈക്വൽ ടു 0.80 പി പ്ലസ് 0.10 ക്യൂ, ഇക്വേഷൻ നമ്പർ 1. ക്യൂ ഈസ് ഈക്വൽ ടു 0.20 പി പ്ലസ് 0.90 പി, ഇക്വേഷൻ നമ്പർ 2. പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3. സോ റീപ്ലേസ് ഇക്വേഷൻ 2 വിത്ത് 3. പി ഈസ് ഈക്വൽ ടു 0.80 പി പ്ലസ് 0.10 ക്യൂ, ഇക്വേഷൻ നമ്പർ 1. I is equal to 1 is equal to P plus Q is equal to equation number 3. അതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവിങ് ദി ഇക്വേഷൻ ഫൈനലി P is equal to 1/3 Q is equal to 2/3 കിട്ടും. അങ്ങനെ 1/3 കസ്റ്റമേഴ്സ് ബൈ ബ്രാൻഡ് P ആൻഡ് 2/3 കസ്റ്റമേഴ്സ് വിൽ ബൈ ബ്രാൻഡ് Q എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം പിയിലാണ് ഏറ്റവും കൂടുതൽ ക്യൂ ആണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം 54% കസ്റ്റമേഴ്സ് എന്തായിട്ടുണ്ട് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഏതാണ് ക്യൂ ആണ്. അപ്പൊ നമുക്കറിയാം 54% എന്ന് പറഞ്ഞാൽ 3/2 ആണ് എന്ത് ഇത് പറഞ്ഞാൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സ്. അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ 3 ആണ് അതിന്റെ ടോട്ടൽ വാല്യൂ. കാരണം 3 ആണ് ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P പ്ലസ് ക്യൂ 1 ആണ് 1. 80 പ്ലസ് 20 1 ആണ്. 0.8 പ്ലസ് 0.20 1 കിട്ടും. 0.10 പ്ലസ് 0.9 1 കിട്ടും. P പ്ലസ് ക്യൂ 1 കിട്ടും. അപ്പൊ 1 പ്ലസ് 1 പ്ലസ് 1 3 ആണ്. അപ്പൊ 3ൽ 54% ക്യൂ ആണെന്ന് പറയുമ്പോൾ 2/3 ക്യൂവും P ഈസ് ഈക്വൽ ടു 1/3 അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം 1/3 കസ്റ്റമേഴ്സ് ബൈ ബ്രാൻഡ് P, 2/3 കസ്റ്റമേഴ്സ് വിൽ ബ്രാൻഡ് ക്യൂ. ഒന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം, നോക്കൂ. പ്രോബബിലിറ്റി മെട്രിക്സ് എ പിയും ക്യൂവും 0.8 0.1 0.2 0.9 വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് എ കസ്റ്റമർ ഈസ് കറന്റ് എ ബ്രാൻഡ് പി പർച്ചേസർ ഹി വിൽ പർച്ചേസ് എ ബ്രാൻഡ് ക്യൂ 2 പർച്ചേസസ് ഫ്രം നൗ. 2 ആണ് പറയുന്നത്. സോ A2 ആണ് 0.8 0.1 0.2 0.9 ഇൻറ്റു 0.8 0.1 0.2 0.9 A ഇൻറ്റു A മെട്രിക്സ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 0.8 ഇൻറ്റു 0.8 പ്ലസ് 0.2 ഇൻറ്റു 0.1 തിരിച്ചു മറിച്ചുമാണ് ചെയ്യാം. നെക്സ്റ്റ് 0.1 ഇൻറ്റു 0.8 0.1 ഇൻറ്റു 0.9. അടുത്തത് 0.8 ഇൻറ്റു 0.2 0.2 ഇൻറ്റു 0.9 0.1 ഇൻറ്റു 0.2 0.9 ഇൻറ്റു 0.9 മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരിക 0.66 0.167 0.34 0.83. റിക്വയർഡ് പ്രോബബിലിറ്റി 0.34 ആണ്. കാരണം 2 പർച്ചേസ് ആണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തത് 1 0.66 2 0.34 3.17 4.83. സെക്കൻഡ് അല്ലേ പറയുന്നത് 2 ആയതുകൊണ്ട് റിക്വയർഡ് പ്രോബബിലിറ്റി 0.34. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് എ കസ്റ്റമർ ഈസ് ബ്രാൻഡ് ക്യൂ പർച്ചേസർ ഹി വിൽ പർച്ചേസ് എ ബ്രാൻഡ് പി 3 പീരീഡ് ഫ്രം നൗ. 3 പീരീഡ് ആണെങ്കിൽ നമുക്ക് A3 വരും. സോ A2 ഇൻറ്റു A2 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 0.66 0.17 0.34 0.84 ഇൻറ്റു A കൂട്ടാം, മൾട്ടിപ്ലൈ ചെയ്യാം. 0.8 0.2 0.8 0.1 0.2 0.9 മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ വരിക 0.562 0.219 0.348 0.781. ദാറ്റ് ഈസ് തേർഡ് ആണ് പറയുന്നത്. സോ 0.5621 0.438
ടു 0.219 തേർഡ്. അപ്പോൾ 0.219 ആണ് തേർഡ് റിക്വയർഡ് പ്രോബിലിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ദാറ്റ് 3 പീരീഡ് ആണ് നമ്മളോട് പറയുന്നത്. 3 പീരീഡിലെ പ്രോബിലിറ്റി ആണ്. കസ്റ്റമർ സെല്ലെ ബ്രാൻഡ് ക്യൂ ആണ്. മാർക്കറ്റ് ഷെയർ ബ്രാൻഡ് പി 70യും ബ്രാൻഡ് ക്യൂ 30യും ആണ്. സോ നമുക്ക് 0.70 0.30 എഴുതാം. തേർഡ് ബ്രാൻഡ് ഫ്രം നൗ പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സ് വിൽ ബൈ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ക്യൂ 0.7ഉം 0.3യും ആണ്. സോ നമുക്ക് ഓൾറെഡി നേരത്തെ 0.3യും 0.4ഉം കിട്ടി, 0.2ഉം 0.4ഉം കിട്ടിയിട്ടുണ്ട്. സോ 0.438 0.781 അതിന്റെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. 0.7 ഇൻറ്റു 0.438 0.3 ഇൻറ്റു 0.781. സോ ഈസ് ഈക്വൽ ടു 0.3066 പ്ലസ് 0.2343 ആഡ് ചെയ്തവര് 0.5409. ഹിയർ that is purchase brand Q 0.5409 into 100. That is 54% നമ്മൾ ബ്രാൻഡ് ക്യൂ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സ്റ്റഡി സ്റ്റേറ്റ് പ്രോബിലിറ്റി ആണ് നാലാമത്തത്. ലെറ്റ് പി ആൻഡ് ക്യൂ സ്റ്റഡി സ്റ്റേറ്റ് പ്രോബിലിറ്റി ബ്രാൻഡ് പി ആൻഡ് ക്യൂ പി ക്യൂ ഈസ് ഈക്വൽ ടു 0.80 0.10 0.20 0.90 ഇൻറ്റു പി ക്യൂ. ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ. പി ഈസ് ഈക്വൽ ടു 0.80 പി പ്ലസ് 0.10 ക്യൂ ഇക്വേഷൻ നമ്പർ 1. ക്യൂ ഈസ് ഈക്വൽ ടു 0.20 പി പ്ലസ് 0.90 ക്യൂ ആണ് വേണ്ടത്. 0.90 ക്യൂ ഇക്വേഷൻ നമ്പർ 2. സോ പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ഇക്വേഷൻ നമ്പർ 3. റീപ്ലേസ് ദ ഇക്വേഷൻ 2 വിത്ത് 3. P is equal to 0.80 P plus 0.10 Q1. 1 is equal to P plus Q is equal to 3. Finally solve ചെയ്ത് കഴിഞ്ഞാൽ equation P is equal to 1/3. Q is equal to 2/3. So 1/3 customers buy brand P and 2/3 customers will buy brand Q. That's all. നമ്മളിന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മാർക്കറ്റ് സർവേയിൽ റെഡ് ലാബിലും കണ്ണൻ ദേവനും എങ്ങനെ വാങ്ങിക്കും, അപ്പം അതിൻ്റെ മെട്രിക്സ് ആണ്. പിയും ക്യൂവും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാം. സ്റ്റഡി ഇവിടെ കാണുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ആവുമ്പോൾ പിയും ക്യൂവും വെച്ചിട്ട് ചെയ്യണം. അതല്ല ഇതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഓരോന്നും ബ്രാൻഡ് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റഡി സ്റ്റേറ്റിൽ അവസാനം പിയും ക്യൂവിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത്രയാണ് ഇതിനകത്തുള്ളൂ. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓവർ. ഒരു ഹോംവർക്കും കൂടി തരാം. ഹോംവർക്ക് നോക്കൂ. ക്വസ്റ്റ്യൻ 3 ആണ്. Srimati Srikala purchases 3 kinds of cornflakes P, Q and R. She never buys the same cornflakes on successive weeks. If she buys cornflakes P, then the next week. If she buys cornflakes P, then the next week she will buy cornflake Q. But if she buys Q or R, then the next week she is 3 times likely to buy P as the other brands. In the long run, how often does she buy each of the 3 brands? ശ്രീമതി ശ്രീകല 3 കൈൻഡ്സ് ഓഫ് കോൺഫ്ലേക്സ് വാങ്ങാണ്. പിയും ക്യൂ ആർ കോൺഫ്ലേക്സ് വാങ്ങാണ്. ഷീ നെവർ ബൈസ് ദ സെയിം കോൺഫ്ലേക്സ് ഓൺ സക്സസീവ് വീക്ക്. വരുന്ന ഓരോ ആഴ്ച സക്സസീവ് വീക്ക് തുടർച്ചയായിട്ട് വരുന്ന വീക്കുകളിൽ അവർ മറന്നു പോകും കഴിഞ്ഞ ആഴ്ച എന്താ വാങ്ങിച്ചതെന്ന്. ഇഫ് ഷീ ബൈസ് കോൺഫ്ലെക്സ് പി ദെൻ ദ നെക്സ്റ്റ് വീക്ക്. ആദ്യം പി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ വേറെയാണ് പലപ്പോഴും വാങ്ങിച്ചു പോകുന്നത്. ഇഫ് ഷീ ബൈസ് കോൺഫ്ലെക്സ് പി ദെൻ ദ നെക്സ്റ്റ് വീക്ക് ഷീ വിൽ ബൈ എ കോൺഫ്ലെക്സ് ക്യൂ. ഒരാഴ്ച ഫസ്റ്റ് ആഴ്ച ഇപ്പോൾ ഒരു മാസത്തിലെ ഫസ്റ്റ് ആഴ്ച പി വാങ്ങിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അവരോട് മറന്നു അവരെന്താ വാങ്ങിക്കുക, ക്യൂ ആണ് വാങ്ങിക്കാൻ പോകുന്നത്. ബട്ട് ഷീ ബൈസ് ക്യൂ or R, then the next week she is the 3 times likely to buy P. അവർ മൂന്നാമത്തെ സമയമാകുമ്പോഴേക്കും അവരെന്ത് വാങ്ങിക്കും? 3 ആഴ്ച കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പി വാങ്ങിച്ച് നെക്സ്റ്റ് ക്യൂ വാങ്ങിച്ച് നെക്സ്റ്റ് R വാങ്ങിച്ച് അങ്ങനെ വാങ്ങിച്ച് ദെൻ അവസാനം പിന്നെയും വരുമ്പോഴേക്കും അവരെന്ത് ചെയ്യാണ്? എന്ത് തന്നെ വാങ്ങിക്കുകയാണ്? പി തിരിച്ച് അതേപോലത്തെ 3 ടൈംസ് ആകുമ്പോൾ പി തന്നെ എന്ത് ചെയ്യാണ്? തിരിച്ച് വാങ്ങിക്കുകയാണ്. 3 ടൈംസ് ആകുമ്പോൾ പി തന്നെ അവരെന്ത് ചെയ്യാണ്? തിരിച്ചു വാങ്ങിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വാങ്ങിക്കുമ്പോൾ
നെക്സ്റ്റ് ഷീ 3 times likely to buy P as the other brand. പിന്നെ അതുപോലെ തന്നെ അതർ ബ്രാൻഡ് പോലെ വാങ്ങിക്കാൻ. ഇൻ ദ ലോങ് റൺ, കുറെ കാലത്തിന് ശേഷം, ഹൗ ഓഫൺ ഡസ് ഷീ ബൈ ഈച്ച് ഓഫ് ദ 3 brands? ഓരോ 3 ബ്രാൻഡ്സുകളും എങ്ങനെയാണ് അവർ വാങ്ങിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ആദ്യം മെട്രിക്സ് ഉണ്ടാക്കണം. പിയും ക്യൂവും ആറും വെർട്ടിക്കൽ എഴുതാം, പിയും ക്യൂവും ആറും ഹൊറിസോണ്ടൽ എഴുതാം. എന്നിട്ട് ഫസ്റ്റ് 0 1 0 കൊടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും ചാൻസ് ഇല്ലേ, ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെഴുതുക. 0.75 0 0.25 0.75 0.25 0. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് കുറച്ച് ഇതുവരെ തന്ന ഹോംവർക്കിനേക്കാളും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക, ക്ലാസ് കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ ചോദിക്കണേ. അല്ലെ അന്ന് തന്നെ നിങ്ങൾ ക്ലാസ് കേട്ട് അന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ചെയ്യാൻ പറ്റുന്നില്ല അന്ന് തന്നെ ചോദിക്കുക, അല്ലെ പിറ്റേ ദിവസം ചോദിക്കുക. ടീച്ചർ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇട്ടുതരാം. വാട്സപ്പിൽ ഇട്ടാൽ പോരെ, ഇതിൻ്റെ സ്ലൈഡിൽ വേണ്ടല്ലോ, വാട്സപ്പിൽ ഇട്ട് തന്നെ വീഡിയോസ് ഇല്ലാതെ നോട്ട്സ് ഇട്ടുതരാം. എന്നിട്ട് വേണമെങ്കിൽ ഓഡിയോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം, നിർബന്ധമായിട്ട് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്തു തരാം, വാട്സപ്പിലൂടെ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.